വെറും 90 ദിവസം കൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ ഒരു 10 ലക്ഷം രൂപ വരെ ലാഭം നേടാൻ കഴിയുന്ന ഒരു ഹൈ പെർഫോമൻസ് റെസ്റ്റോറന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ റെസ്റ്റോറന്റിൽ എന്തുകൊണ്ടാണ് നമ്മുടെ റെസ്റ്റോറന്റുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മുടെ റെസ്റ്റോറന്റുകൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പോയിന്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അടുത്തത് എന്താണ് 10 lakh പ്രോഫിറ്റ് ഫോർമുല എന്നുള്ളത് നോക്കാം. റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി റെസ്റ്റോറന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? ഇത് ഈ പ്രോഫിറ്റ് ഫോർമുലയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? മെനു എഞ്ചിനീയറിംഗ്, SOP, സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ്, ഹൈ പെർഫോമൻസ് ടീം. ഈ 4 ഘടകങ്ങൾ ഇല്ലാതെ ഒരു റെസ്റ്റോറന്റിനും വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിനെ എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? റവന്യൂവും എക്സ്പെൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. കോമൺ ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാനും അതിനെ നികത്താനും അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും നമുക്ക് കഴിയണം. 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ വിൽക്കുന്ന ഓരോ ഉൽപ്പന്നവും നമുക്ക് ലാഭം നേടിത്തരണം. അങ്ങനെ ലാഭം നേടിത്തരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇത്രയും പോയിന്റുകൾ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ മെനുവും നമുക്ക് ലാഭം നേടിത്തരും. വാട്ട് ഈസ് മെനു എഞ്ചിനീയറിംഗ്? മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള മെനു കസ്റ്റമറെ കൊണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യിക്കേണ്ടത് എന്നുള്ള രീതിയാണ് മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഒരു കസ്റ്റമർ ഒരു മെനു പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലുള്ള അവരുടെ സൈക്കോളജി എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ആ സൈക്കോളജി നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെനു വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മെനു ഐറ്റംസുകളിലെ 4 കാറ്റഗറീസ് ഉണ്ട് നമ്മൾ വിൽക്കുന്ന മെനുകളിൽ. അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വിൽപ്പന ചിലപ്പോൾ നഷ്ടത്തിൽ വരെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എന്തൊക്കെ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഓരോ മെനുകളിൽ നിന്നും നമുക്ക് ഏത് രൂപത്തിലുള്ള പ്രോഫിറ്റുകളൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ കസ്റ്റമർക്ക് ഈ മെനു ഐറ്റംസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയാം. ഇത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മെനുവിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി വളരെ പെട്ടെന്ന് നമുക്ക് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മെനു ഡിസൈൻ ചെയ്യുന്നതും ലേഔട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഈ പോയിന്റുകളെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനു നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്യുന്ന ഐറ്റംസുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നതായിട്ട് മാറും. മെനു എഞ്ചിനീയറിംഗിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളെ നമുക്ക് തിരിച്ചറിയണം. അപ്പൊ മെനു എഞ്ചിനീയറിംഗിൽ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞ് അതിനെ പരിഹരിച്ചിട്ട് വേണം മെനു എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിൽ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു ടൂളാണ് SOPs എന്ന് പറയുന്നത്. ഈ SOPs എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, SOPs എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നോക്കുക. ഈ പോയിന്റുകളാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് SOPs നിങ്ങളെ സഹായത്തിന് എത്തുന്നത്. അപ്പൊ നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. SOP ഇല്ലാത്ത ബിസിനസ്സുകൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇത് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഈ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ. കാരണം ഫുഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. കസ്റ്റമർക്കുള്ള സർവീസ് എപ്പോഴും സ്ലോ ആയിട്ടായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയില്ല. അവരിൽ നിന്ന് നല്ല സർവീസ് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എപ്പോഴും വേസ്റ്റേജ് കൂടുതലും നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കൂടുതലുമായിട്ടായിരിക്കും നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തുന്നുണ്ടാവുക. ഇത് നിങ്ങളുടെ പണം നഷ്ടപ്പെടും. ഇത് SOPs ഇല്ലാത്ത ബിസിനസ്സുകളിൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. എന്തൊക്കെ SOPs ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട SOPs ഏതൊക്കെയാണ്? കിച്ചൺ SOP, സർവീസ് SOP, മാനേജ്മെന്റ് SOP. ഇതിൽ തന്നെ സബ് കാറ്റഗറീസ് ഒരുപാട് വരുന്നുണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ സർവീസ് SOPയിൽ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. മാനേജ്മെന്റ് SOPസിൽ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഈ SOPകളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഈ SOPകൾ ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. SOPകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാരണം അതിൽ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഈ പോയിന്റുകൾ നമ്മൾ SOPകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. മാർക്കറ്റിംഗിൽ ഒരുപാട് പണം മുടക്കി നമ്മൾ റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആളുകളായി, അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് പണം മുടക്കുമ്പോൾ മാത്രം അതിന്റെ റിസൾട്ട് കിട്ടും, പിന്നീട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് നിലനിൽക്കില്ല. അപ്പൊ ഈ പ്രശ്നത്തെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇതിനാണ് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് എപ്പോഴും
വലിയ തലവേദനയാണ്. നമ്മൾ പണം മുടക്കി മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ആ റിസൾട്ട് കിട്ടിയാൽ തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാറില്ല. ഇതിനൊരു പരിഹാരമായിട്ടാണ് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് കൊണ്ടുവരേണ്ടത്. അപ്പൊ സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എങ്ങനെയാണ് അത് കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് രീതി നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെസ്റ്റോറന്റിന്റെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ 3 സ്റ്റെപ്പ് സൈക്കോളജി ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യാനും നിലനിർത്താനും നമുക്ക് പറ്റുള്ളൂ. ഒരു മെനു ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കേണ്ട ചില സൈക്കോളജി രീതികളുണ്ട്. അത് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഈ 3 പോയിന്റുകൾ ആ മെനുവിൽ നമ്മൾ ഉപയോഗിക്കേണ്ട രീതികൾ. അതേപോലെ തന്നെ അർജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് സൈക്കോളജി മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്. അതെങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കസ്റ്റമറെ തന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതുണ്ട്. അത് സൈക്കോളജി മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബിസിനസിന്റെ ആംബിയൻസ് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കസ്റ്റമറെ കൂടുതൽ പർച്ചേസ് ചെയ്യിക്കുന്നതിലും കൂടുതൽ സമയം നമ്മുടെ റെസ്റ്റോറന്റുകളിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യിക്കുന്നതിലേക്കൊക്കെ ഈ ആംബിയൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സക്സസ് ആവില്ല. കാരണം കണ്ടിന്യൂസ് ഡിസ്കൗണ്ട് കൊടുക്കുക സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിൽ പാടില്ല. അതൊരു പ്രധാന ഘടകമാണ്. അപ്പൊ ഇതേപോലെയുള്ള പോയിന്റുകളെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത തന്നെ പറയട്ടെ, ലോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ കസ്റ്റമേഴ്സിനെയും കണ്ടെത്താൻ കഴിയുന്ന മാർക്കറ്റിംഗ് രീതിയാണ് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു മികച്ച ടീമിനെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയിരിക്കും. അതെങ്ങനെയാണ് ഒരു നല്ല ടീമിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക നിങ്ങളുടെ ബിസിനസ്സിൽ, അവരെങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുക. റെസ്റ്റോറന്റുകൾ മെയിൻലി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടീമിനെ അവർക്ക് കൃത്യമായിട്ട് ബിസിനസ്സിൽ നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. ആ ടീമിൽ നിന്ന് കൃത്യമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് നമുക്കൊരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളത് മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നല്ല ടീമിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത് അത് കൃത്യമായിട്ട് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആളുകളെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നല്ല എംപ്ലോയിയെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ 4 സ്റ്റെപ്പുകൾ നമ്മൾ പിന്തുടരേണ്ടത്. നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിലനിർത്തണമെങ്കിൽ നല്ല എംപ്ലോയീസിനെ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ നമ്മളെ വിട്ടുപോകും, ഇല്ലേ? അവരെ എങ്ങനെയാണ് സ്ഥിരമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അവർ നമ്മുടെ ബിസിനസ്സിൽ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവരെ നമ്മളെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കും, പുതിയ ആളുകളും അവരും വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരു നല്ല എംപ്ലോയി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റെസ്റ്റോറന്റും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എംപ്ലോയീസ് ഫെയിലിയേഴ്സ് എവിടെ സംഭവിക്കുന്നോ അവിടെ നമ്മുടെ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കോമൺ മിസ്റ്റേക്കുകൾ ഉണ്ട്. ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും നമ്മൾ ഈ മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നടത്തുന്ന 3 hours മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും 90 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ വരെ ലാഭം നേടാൻ കഴിയുന്ന ഒരു ഹൈ പെർഫോമൻസ് റെസ്റ്റോറന്റ് ആക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ കാത്തിരിക്കേണ്ട, ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ.